മിഥുനം 10 പിന്നിട്ടിട്ടും കേരളത്തിൽ മഴ കനക്കുന്നില്ല. സാധാരണ ജൂൺ പകുതി കഴിയുമ്പോൾ കേരളത്തിൽ നല്ല മഴ ലഭിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ. മലയോര ജില്ലകളായ ഇടുക്കിയിലും വയനാട്ടിലുമാണ് മഴയുടെ വൻ കുറവ് വന്നിട്ടുള്ളത്. വയനാട്ടിൽ 58%, ഇടുക്കിയിൽ 50%മാണ് മഴ കുറഞ്ഞത്. ജൂൺ 1 മുതൽ ഇതുവരെ ലഭിക്കേണ്ട മഴയിൽ 28% കുറവാണ് ഉണ്ടായിട്ടുള്ളത്. പൊതുവെ മഴ കുറവായ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് സാധാരണയേക്കാൾ അധികമായി മഴ പെയ്തത്. 12% അധികം മഴ രേഖപ്പെടുത്തി. പ്രാദേശികമായ കാരണങ്ങൾ തുടങ്ങി ഭൂമിയെ ആകെ ബാധിക്കുന്ന കാലാവസ്ഥാ മാറ്റം വരെ നിരത്തുന്നുണ്ട് ശാസ്ത്രജ്ഞർ. ജൂൺ 4-ന് കേരളത്തിലെത്തിയ കാലവർഷം 15-ന് ശേഷം ശക്തി കുറയുന്നതായാണ് കാണുന്നത്. പസഫിക്കിലെ ഉഷ്ണജല പ്രവാഹമായ എൽനിനോയുടെ ശക്തിയും പരപ്പും വർദ്ധിക്കുന്നത്, പടിഞ്ഞാറൻ കാറ്റിലെ ഈർപ്പം കുറയുന്നത് തുടങ്ങി സൊമാലി ജെറ്റ് എന്ന വായു പ്രവാഹത്തിന്റെ ശക്തി കുറയുന്നതുവരെ ശാസ്ത്രം ചൂണ്ടിക്കാട്ടുന്നു. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നിന്നുള്ള ചൂടുകാറ്റിന്റെ വ്യാപനവും മഴയുടെ മുന്നോട്ടുള്ള ഗതിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ചക്രവാത ചുഴികൾ, ന്യൂനമർദ്ദങ്ങൾ എന്നിവയും കാര്യമായി രൂപപ്പെട്ടിട്ടില്ല. ഇതിനെല്ലാം അടിസ്ഥാനം കാലാവസ്ഥാ മാറ്റമാണെന്ന് പറയാം. ജൂൺ 1 മുതൽ 17 വരെയുള്ള കണക്കുകളനുസരിച്ച് രാജ്യത്താകെ 38% മഴയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. മധ്യ ഇന്ത്യയിലാണ് ഏറ്റവും വലിയ കുറവ്, 62%. അറേബ്യൻ സമുദ്രത്തിൽ നിന്ന് എത്തുന്ന മൺസൂൺ കാറ്റുകളേക്കാൾ അല്പം കൂടി ശക്തി ബംഗാൾ ഉൾക്കടലിൽ നിന്നെത്തുന്ന മഴക്കാറ്റുകൾക്ക് കൈവന്നിട്ടുണ്ട്. അതിനാൽ വടക്കു കിഴക്കൻ ഇന്ത്യയിൽ കുറച്ചുകൂടെ ഭേദപ്പെട്ട മഴ ലഭിക്കുന്നുമുണ്ട്. ഈ ആഴ്ചയോടെ അല്പം കൂടി മെച്ചപ്പെട്ട രീതിയിൽ മഴ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വരുന്ന ഓരോ ആഴ്ചയിലെ മഴയും പ്രാധാന്യത്തോടെ കാണേണ്ടതാണ്. വിളകളുടെ നടീൽ കാലം തുടങ്ങിക്കഴിഞ്ഞു. മഴ മെച്ചപ്പെട്ടാലേ ഇത് മുന്നോട്ട് പോകൂ. കേരളത്തിന് ഏറ്റവും പ്രധാനം വൈദ്യുതിയുടെ ഉൽപ്പാദനമാണ്. ഇടുക്കിയിൽ മഴ വൻതോതിൽ കുറഞ്ഞതും ആശങ്കയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കുമളി.